ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് പട്ടുപാവാടക്കൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലൗസാണ് ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സിൽ നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ട് ബാക്കിൽ ഓപ്പണുള്ള രീതിയിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അകത്തും പുറത്തും നല്ല ഫിനിഷിങ്ങോടെയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ടോപ്പിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമുക്കൊരു 1/4 മീറ്റർ തുണി മതിയാകും. മാക്സിമം പോയാൽ നമുക്കൊരു 1/2 മീറ്റർ മതിയാകും. ഇപ്പോൾ സ്ലീവ് വെക്കാത്തതുകൊണ്ട് നമുക്കിത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാൻ 2 പീസ് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് പാർട്ടാണ് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ് പാർട്ടിലാണ് മാർക്കിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചസിലാണ്. വിഡ്ത്ത് വരുന്നത് 9.5 ഇഞ്ചസാണ്. ഇതിൻ്റെ 4 സൈഡും ഓപ്പൺ സൈഡാണ് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ. ഇനി അത് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്യുവാണ്. താഴെ നിന്നാണ് ഞാൻ മാർക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 7 ഇഞ്ചിലാണ് ഞാൻ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ആ മാർക്കിംഗ് കൊടുത്ത ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി നെക്കിൻ്റെ പോർഷനിൽ ഒരു 3 ഇഞ്ചസിലാണ് ഞാൻ മാർക്കിംഗ് കൊടുക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു 1.5 ഇഞ്ച് നമ്മളുടെ തുണിനേക്കാളിലും കയറ്റി വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. 1.5 ഇഞ്ച് നമുക്ക് കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്യാം. കാരണം നമ്മൾ സ്ട്രാപ്പ് വെക്കുന്ന ഭാഗം കൂടി കാൽക്കുലേറ്റ് ചെയ്താണ് ഇതിൽ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആം ഹോൾ 5 ഇഞ്ചിലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഒരു 1 ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് 5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നത്. ഇനി അതിലേക്കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. അടുത്തത് ചെസ്റ്റിൻ്റെ അളവാണ്. അത് ഞാനൊരു 6 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. എനിക്ക് 5.5 ഇഞ്ചിൽ മതിയാവും. ഒരു 1/2 ഇഞ്ച് സീം അലവൻസായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടേക്കുവാണ്. ഇനി താഴെ ഒരു 5 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. താഴത്തെ പോയിന്റിൽ നിന്ന് മുകളിൽ വരച്ച പോയിൻ്റായിട്ട് നമുക്ക് ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൽ നമ്മൾ ഒരു വരയിട്ടേക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വി നെക്കായിട്ടോ അല്ലെങ്കിൽ റൗണ്ട് നെക്കായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നെക്ക് എടുക്കുന്നത് കൊണ്ടാണ് ഡിസൈനൊന്നും കൊടുക്കാത്തത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാക്കിലത്തെ പീസിൽ നമ്മൾ ഹുക്സ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അത് നമുക്കൊന്ന് സെൻട്രൽ പൊസിഷനിൽ വെച്ച് നമുക്കൊരു കട്ടിങ് കൊടുത്ത് അത് 2 പീസാക്കി എടുക്കാം. ബാക്ക് സൈഡ് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാപ്പ് അടിക്കാനായിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയിൽ ഒരു പീസ് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 16.5 ഇഞ്ചിലാണ്. ഇനി അതൊന്ന് നമുക്ക് 2ആക്കി മടക്കിയിട്ട് അടിച്ചെടുക്കാം. നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ 2ആക്കി മടക്കിയിട്ട് അടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 ഇഞ്ച് വീതിയിൽ സ്ട്രാപ്പ് വരുന്ന രീതിയിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര വീതി വേണോ അത്രയും വരുന്ന രീതിയിൽ നമുക്ക് മുറിച്ചെടുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 സ്റ്റിച്ച് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അരികത്ത് കൂടി അടിക്കുന്നത് കൊണ്ട് അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 സ്റ്റിച്ചിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പിന്ന് കുത്തിയിട്ട് ഇതുപോലെ അകത്തേക്ക് കയറ്റി ഞാനത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ലോലി ചെയ്ത് കൊടുത്താൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് ഒന്ന് നമുക്ക് അയൺ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇത് ഇവിടെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എത്ര ലെങ്ത്ത് വേണമെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇതിപ്പോൾ ലെങ്ത്ത് 15 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു സൈഡിലേക്ക് 7 ഇഞ്ചിലാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്.
6 ഇഞ്ച് മതിയാകും. 1/2 ഇഞ്ച് നമുക്ക് 2 സൈഡും മടക്കി അടിക്കുന്നതിന് വേണ്ടിയാണ് 1/2 ഇഞ്ച് വെച്ച് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഒരു സൈഡ് വരുന്ന രീതിയിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ നല്ല തുണിയിലേക്ക് ഇട്ട് വെച്ചേക്കുവാണത്. നല്ല വശം അകത്ത് വരുന്ന രീതിയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ഫ്രണ്ട് സൈഡാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആം ഹോളിൻ്റെ ഭാഗം തുടങ്ങി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് സ്റ്റിച്ചിങ് നിർത്തിയിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച സ്ട്രാപ്പ് ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ഇടണം. എന്നിട്ട് ആ കോർണറിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ സ്ട്രാപ്പ് അറ്റത്തേക്ക് അധികം നീങ്ങിപ്പോകാതെ ഒരു 4 ഇഞ്ച് വേണ്ട, അതിലും കുറവ് മതി, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രാപ്പിൻ്റെ ഒരു 4 ഇഞ്ച് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇനി അവിടെ നിന്ന് നേരെ പോന്നിട്ട് ഇനി അടുത്ത ആം ഹോളിൻ്റെ ഭാഗമായി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഷോൾഡറിൻ്റെ എൻഡിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അടുത്ത സ്ട്രാപ്പ് ഇൻസേർട്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് അതൊന്ന് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നോർമലായിട്ട് നമ്മൾ ആം ഹോൾ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി അടിഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് മാത്രം നമ്മൾ ഒഴിച്ചു വിടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ചിങ് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി ബാക്കി വരുന്ന പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിങ്ങിൽ തട്ടാതെ കട്ട് ചെയ്ത് മാറ്റണം. ഈ ഭാഗം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ 4 സൈഡിലും ബാക്കി വന്ന പോർഷനെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ നോട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സ്ട്രാപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നൂത്തി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് ഞാൻ അതിൻ്റെ താഴെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്ന് പിന്നൂത്തിയത് ഞാനൊന്ന് മാറ്റിയിട്ട് ആ സ്ട്രാപ്പ് നേരത്തെ വെച്ചതുപോലെ ഷോൾഡറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ അകംവശം മുകളിൽ വരുന്ന രീതിയിൽ താഴെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ട്രാപ്പൊക്കെ അടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്ട്രാപ്പ് തിരിഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സ്ട്രാപ്പ് അവിടെ ഷോൾഡറിൻ്റെ അറ്റത്ത് വെച്ച് പിന്ന് കുത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാനായിട്ട്. ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ ആ കോർണറിലായിട്ട് വേണം സ്ട്രാപ്പ് വെക്കാനായിട്ട്. അവിടെ പിന്നൂത്തി വെച്ചിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് 2 സൈഡും സെക്യൂറായിട്ട് പിന്നൂത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ മുകളിലത്തെ പോർഷൻ തുടങ്ങി ആം ഹോളിൻ്റെ കർവിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഭാഗത്താണ് നമ്മൾ സ്ട്രാപ്പ് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു 2 സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രാപ്പിൽ സ്റ്റിച്ച് വീണിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതവിടെ നിന്ന് ഊരിപ്പോകും. ഇനി അടിച്ചു കഴിഞ്ഞിട്ട് സ്ട്രാപ്പിൻ്റെ ഭാഗം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് വേണം ആ സൈഡ് പൊസിഷൻ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടിട്ട് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടുന്ന് ആ സൈഡ് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ബാക്കി വന്നിരിക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ നോട്ടുകളിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതും തിരിച്ചെടുക്കാവുന്നതാണ്. ഈ ഭാഗവും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതും ഒന്ന് അയൺ ചെയ്ത് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ എടുക്കാവുന്നതാണ്. ഇനി ബാക്ക് പാർട്ടിൻ്റെ അടുത്ത പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഈ പാർട്ടിലാണ് നമ്മൾ ബാക്കിൽ വെക്കാനുള്ള ഹുക്സിന് വേണ്ടിയുള്ള എക്സ്ട്രാ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിൻ്റെ പാർട്ട് ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ ഇട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ട്രാപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ലൈനിങ് അതിൻ്റെ മീതി ഇട്ടിട്ട് പിന്നൂത്തി വെക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ പാർട്ടിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി മുകളിലേക്കാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആം ഹോളിൻ്റെ പാർട്ടിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ് നമ്മൾ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത്. സ്ട്രാപ്പിൽ സ്റ്റിച്ചിങ് വീഴുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രാപ്പ് ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ വരെ ഇതിൻ്റെ തുടക്കം വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഹുക്സ് വെക്കാനുള്ള പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പീസ് തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2.5 ഇഞ്ച് വീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ മടക്കിയിട്ട് അതിൻ്റെ നമുക്ക് ആദ്യം എത്രത്തോളം ലെങ്ത്തിൽ വേണമെന്നുള്ളത് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ലൈനിങ് വെച്ചിരിക്കുന്ന ഭാഗത്ത് വെച്ചാണ് ഞാൻ അത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലാക്കി വെച്ചാലും മതിയാകും. അങ്ങനെ വെച്ചിട്ട് താഴെ ലൈനിങ് പാർട്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു 1/4 ഇഞ്ച് മുകളിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ട് മുകളിലായിട്ട് നമുക്കത് വന്ന് നിന്നാൽ മതിയാകും. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഞാൻ നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത പോയിന്റിലേക്കും അവിടെയും നേരെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതൊന്ന് തിരിച്ചെടുക്കുക. തിരിച്ച് നമുക്കെടുത്ത് അയൺ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുന്നതിന് നല്ലത്. ഇനി ഇത് ഓപ്പണായിരിക്കുന്ന ഭാഗം ഓപ്പൺ സൈഡിൽ തന്നെ വെച്ച് കൊടുക്കുക. അകത്തേക്ക് ഫോൾഡിങ് സൈഡാണ് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കാം. ഇനി നമ്മൾ നേരത്തെ പകുതി വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുനിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വെച്ച് കൊടുത്ത ആ പോർഷൻ താഴേക്കൊന്ന് ഇറക്കി വെച്ച് അതിൽ സ്റ്റിച്ചിങ് തട്ടാതെ വേണം നമ്മൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ. താഴേക്ക് നമ്മൾ അതിൻ്റെ മീതെ കൂടി സ്റ്റിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത പാർട്ടാണ് അതിൻ്റെ തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പൺ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ചിങ് ചെയ്യേണ്ടത്. പിന്നെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് താഴെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചെടുത്തിടാം. ഞാനിപ്പോൾ തിരിച്ചെടുത്ത് അയൺ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ഹുക്സ് വെക്കാനുള്ള പോർഷൻ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അകത്തെ പോർഷനും അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതുപോലെ അയൺ ചെയ്തിടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫിനിഷിങ്ങിൽ ഇത് കിട്ടുന്നത്. സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് പോർഷൻ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് 2 സൈഡും കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് അവിടെയും ഒന്ന് 2 സൈഡിലും പിന്നു കുത്തി ഒന്ന് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ നല്ല വശത്ത് കൂടിയാണ് ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ടോപ്പ് നേരിയിട്ട് നല്ല വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യമേ. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലാകുന്ന രീതിയിൽ അകത്ത് വരുന്ന രീതിയിൽ ഒന്നുകൂടെ മടക്കിയിട്ട് നമ്മൾ നേരത്തെ അളവ് മാർക്ക് ചെയ്തായിരുന്നല്ലോ 5 ഇഞ്ചിൽ താഴെ അളവ് മാർക്ക് ചെയ്തായിരുന്നു. മുകളിൽ നമ്മളൊരു 5.5 ഇഞ്ചിൽ പറഞ്ഞായിരുന്നു.
അവിടെ രണ്ടും ചോക്ക് കൊണ്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് അതിലൂടെ നമുക്കൊരു സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല പാർട്ട് അകത്ത് വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് നോക്കാം രണ്ട് സൈഡും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹുക്സിൻ്റെ കൂടെയാണ് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ ഇതിൽ ഹുക്സ് വെച്ചിട്ടില്ല. എല്ലാ സൈഡിലും നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിങ്ങോട് തന്നെ ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഹുക്സ് പിടിപ്പിക്കാനുള്ള പട്ടയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ 3-4 ഹുക്സ് വെച്ച് കൊടുത്ത് ഇത് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പിന്നോത്തി വെച്ചിട്ട് കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.